എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് ലാക്ടോമീറ്റർ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് തെർമോമീറ്ററിനെ കുറിച്ചാണ്. എല്ലാവരും ആ ക്ലാസ് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ അതിൽ നിന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മുടെ ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ ഏതാണ്? ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യുക. നമുക്കിനി നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ലാക്ടോമീറ്റർ. ആദ്യത്തെ ചോദ്യം, ലാക്ടോമീറ്റർ പ്രധാനമായും എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലാക്ടോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി, പാലിൻ്റെ ശുദ്ധി അല്ലെങ്കിൽ സാന്ദ്രത പരിശോധിക്കാൻ വേണ്ടി ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത്. പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താനും പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാനുമാണ് ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത്. എന്തിനാണ് ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത്? പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താനും പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാനും. അടുത്ത ചോദ്യം, ലാക്ടോമീറ്റർ ഏത് ശാസ്ത്രീയ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്? ലാക്ടോമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ആൻസർ ഓപ്ഷൻ സി, ആർക്കിമിഡീസ് തത്വം. ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്രവർഷണ ബലം അത് മാറ്റി സ്ഥാപിക്കുന്ന ദ്രാവകത്തിൻ്റെ തൂക്കത്തിന് തുല്യമായിരിക്കും എന്ന തത്വമാണിത്. ലാക്ടോമീറ്റർ യഥാർത്ഥത്തിൽ ഒരുതരം ഹൈഡ്രോമീറ്ററാണ്. ലാക്ടോമീറ്ററിൻ്റെ പ്രവർത്തന തത്വമാണ് ആർക്കിമിഡീസ് തത്വം. അടുത്ത ചോദ്യം, സാധാരണയായി ലാക്ടോമീറ്ററിലെ റീഡിംഗ് ഏത് സംഖ്യകൾക്കിടയിലാണ് അടയാളപ്പെടുത്താറുള്ളത്? ലാക്ടോമീറ്ററിലെ റീഡിംഗ് ഏത് സംഖ്യകൾക്കിടയിലാണ് അടയാളപ്പെടുത്താറുള്ളത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 0 മുതൽ 40 വരെ. ലാക്ടോമീറ്ററിൻ്റെ മുകൾ ഭാഗത്ത് സാധാരണയായി 0 മുതൽ 40 വരെയുള്ള അക്കങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. 0 എന്നത് ശുദ്ധമായ വെള്ളത്തെ സൂചിപ്പിക്കുന്നു. ലാക്ടോമീറ്ററിലെ റീഡിംഗ് ഏത് സംഖ്യകൾക്കിടയിലാണ്? 0 മുതൽ 40 വരെ. നല്ല ശുദ്ധമായ പാലിൻ്റെ സാധാരണ ലാക്ടോമീറ്റർ റീഡിംഗ് എത്രയായിരിക്കും? ശുദ്ധമായ പാലിൻ്റെ സാധാരണ ലാക്ടോമീറ്റർ റീഡിംഗ് അത് എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി, 28-32. സാധാരണ താപനിലയിൽ ആടുകളുടെയോ പശുക്കളുടെയോ നല്ല ശുദ്ധമായ പാലിൻ്റെ റീഡിംഗ് 28-നും 32-നും ഇടയിലായിരിക്കും കാണിക്കുക. ചിലതിൽ 26-നും 32-നും ഇടയ്ക്കും കാണിക്കുന്നുണ്ട്. എന്തായാലും 25-ൻ്റെ മേലെ വരുന്നതൊക്കെ ശുദ്ധമായ പാലിൻ്റെ ലാക്ടോമീറ്റർ റീഡിംഗ് ആണ്. ഓർത്ത് വെക്കുക റേഞ്ച്. അടുത്ത ചോദ്യം, പാലിൽ വെള്ളം ചേർക്കുമ്പോൾ ലാക്ടോമീറ്റർ റീഡിങ്ങിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? പാലിൽ വെള്ളം ചേർക്കുമ്പോൾ ലാക്ടോമീറ്റർ റീഡിങ്ങിന് ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ആൻസർ ഓപ്ഷൻ സി, റീഡിംഗ് കുറയുന്നു. പാലിനേക്കാൾ സാന്ദ്രത കുറവാണ് വെള്ളത്തിന്. അതിനാൽ വെള്ളം ചേർക്കുമ്പോൾ പാലിൻ്റെ ആകെ സാന്ദ്രത കുറയുകയും ലാക്ടോമീറ്റർ കൂടുതൽ താഴേക്ക് മുങ്ങുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ റീഡിംഗ് കുറയുന്നു. പാലിൽ വെള്ളം ചേർക്കുമ്പോൾ ലാക്ടോമീറ്റർ റീഡിങ്ങിന് എന്താണ് മാറ്റം? റീഡിംഗ് കുറയുന്നു. അടുത്ത ചോദ്യം, ലാക്ടോമീറ്റർ റീഡിംഗ് 0 കാണിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ലാക്ടോമീറ്റർ റീഡിംഗ് 0 കാണിച്ചാൽ അതിൻ്റെ അർത്ഥം. ആൻസർ ഓപ്ഷൻ സി, അത് വെറും ശുദ്ധമായ വെള്ളമാണ്. ലാക്ടോമീറ്ററിലെ 0 എന്ന മാർക്ക് വെള്ളത്തിൻ്റെ സാന്ദ്രതയെയാണ് സൂചിപ്പിക്കുന്നത്. ഉപകരണം മുഴുവനായി വെള്ളത്തിൽ മുങ്ങുമ്പോൾ അത് 0 റീഡിംഗ് കാണിക്കും. അപ്പോൾ 0 റീഡിംഗ് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെള്ളത്തിൻ്റെ സാന്നിധ്യമാണ് കാണിക്കുന്നത്. ലാക്ടോമീറ്റർ റീഡിങ്ങിൽ 0 കാണിച്ചാൽ അതിൻ്റെ അർത്ഥം അത് വെറും ശുദ്ധമായ വെള്ളമാണ്. ലാക്ടോമീറ്റർ കൃത്യമായ റീഡിംഗ് കാണിക്കാൻ പാൽ ഏത് താപനിലയിലായിരിക്കുന്നതാണ് ഉചിതം? ലാക്ടോമീറ്റർ കൃത്യമായ റീഡിംഗ് കാണിക്കാൻ പാൽ ഏത് താപനിലയിലായിരിക്കണം? ആൻസർ ഓപ്ഷൻ സി, 20 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 15 ഡിഗ്രി സെൽഷ്യസ്, സാധാരണ റൂം താപനില. ദ്രാവകങ്ങളുടെ സാന്ദ്രത താപനിലയ്ക്ക് അനുസരിച്ച് മാറും. അതിനാൽ ലാക്ടോമീറ്ററുകൾ സാധാരണയായി 15 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ കൃത്യത നൽകുന്ന രീതിയിലാണ് നിർമ്മിക്കുന്നത്. ലാക്ടോമീറ്റർ കൃത്യമായ റീഡിംഗ് കാണിക്കുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 15 ഡിഗ്രി സെൽഷ്യസ്. ഇനി അടുത്തത്, ഒരു ലാക്ടോമീറ്ററിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ലാക്ടോമീറ്ററിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ, ഒരു മെർക്കുറി ബൾബും നീളമുള്ള ഒരു ഗ്ലാസ് ട്യൂബും. ലാക്ടോമീറ്ററിൻ്റെ പ്രധാന ഭാഗം മെർക്കുറി ബൾബും നീളമുള്ള ഒരു ഗ്ലാസ് ട്യൂബും. താഴെ ഭാരം നൽകാനായി ലെഡ് ഷോട്ട് അല്ലെങ്കിൽ മെർക്കുറി അടങ്ങിയ ഒരു ബൾബും മുകളിലേക്ക് അളവുകൾ രേഖപ്പെടുത്തിയ മെലിഞ്ഞ ഒരു ഗ്ലാസ് കുഴലുമാണ് ഇതിനുള്ളത്. പാലിൽ നിന്ന് കൊഴുപ്പ് നീക്കം ചെയ്താൽ ലാക്ടോമീറ്റർ റീഡിങ്ങിന് എന്ത് സംഭവിക്കും? പാലിൽ നിന്ന് കൊഴുപ്പ് നീക്കം ചെയ്താൽ ലാക്ടോമീറ്റർ റീഡിങ്ങിനുണ്ടാകുന്ന മാറ്റം എന്താണ്?
ഉത്തരം ഓപ്ഷൻ ബി, റീഡിംഗ് കൂടും. പാലിൽ നിന്ന് കൊഴുപ്പ് നീക്കം ചെയ്താൽ ലാക്ടോമീറ്റർ റീഡിംഗ് കൂടും. പാലിലെ കൊഴുപ്പിന് സാന്ദ്രത കുറവാണ്. കൊഴുപ്പ് നീക്കം ചെയ്യുമ്പോൾ പാലിൻ്റെ സാന്ദ്രത വർദ്ധിക്കുന്നു. ഇത് കാരണം ലാക്ടോമീറ്റർ പാലിന് മുകളിലേക്ക് പൊങ്ങി നിൽക്കുകയും ഉയർന്ന റീഡിംഗ് കാണിക്കുകയും ചെയ്യുന്നു. അവസാന ചോദ്യം, ലാക്ടോമീറ്റർ റീഡിംഗ് ഉപയോഗിച്ച് പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത കാണാനുള്ള സൂത്രവാക്യം ഏതാണ്? ലാക്ടോമീറ്റർ റീഡിംഗ് ഉപയോഗിച്ച് പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ. ആൻസർ ഓപ്ഷൻ എ, സ്പെസിഫിക് ഗ്രാവിറ്റി ഈക്വൽ ടു 1 + LR/1000. LR ഉദ്ദേശിച്ചത് ഇവിടെ ലാക്ടോമീറ്റർ റീഡിംഗ് ആണ്. ഉദാഹരണത്തിന് പാലിൻ്റെ ലാക്ടോമീറ്റർ റീഡിംഗ് 30 ആണെങ്കിൽ അതിൻ്റെ ആപേക്ഷിക സാന്ദ്രത 1 + 30/1000. അതിൻ്റെ വാല്യൂ വരുന്നത് 1.030 ആയിരിക്കും. ഇനി നമുക്ക് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ നോക്കാം. ലാക്ടോമീറ്റർ പാലിൻ്റെ ശുദ്ധതയും സാന്ദ്രതയും അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലളിതമായ ഉപകരണമാണ് ലാക്ടോമീറ്റർ. ഇത് യഥാർത്ഥത്തിൽ ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഹൈഡ്രോമീറ്ററിൻ്റെ ഒരു വകഭേദമാണ്. ഇതിൻ്റെ പ്രധാന തത്വം, ലാക്ടോമീറ്റർ പ്രവർത്തിക്കുന്നത് ആർക്കിമിഡീസ് തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്. ദ്രാവകത്തിൻ്റെ സാന്ദ്രത കൂടുമ്പോൾ ലാക്ടോമീറ്റർ അധികം താഴേക്ക് മുങ്ങാതെ മുകളിൽ പൊങ്ങി നിൽക്കും. സാന്ദ്രത കുറയുമ്പോൾ അത് താഴേക്ക് കൂടുതൽ മുങ്ങിപ്പോകും. അതാണ് പ്രവർത്തന തത്വം. ഇനി ഇതിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഇത് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു ഉപകരണമാണ്. ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് ഭാരം നൽകാനായി മെർക്കുറിയോ ലെഡ് ഷോട്ടുകളോ അടങ്ങിയ ഒരു ബൾബുണ്ട്. മുകളിലെ നീളമുള്ള കുഴലിൽ പാലിൻ്റെ അളവ് രേഖപ്പെടുത്താനായി 0 മുതൽ 40 വരെയുള്ള അക്കങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഇതിൻ്റെ റീഡിങ്ങും കണ്ടെത്തലുകളും. ശുദ്ധമായ വെള്ളം, ലാക്ടോമീറ്റർ വെള്ളത്തിൽ മുക്കുമ്പോൾ അത് 0 റീഡിംഗ് കാണിക്കുന്നു. ഇപ്പോൾ ശുദ്ധമായ വെള്ളമാണെങ്കിൽ അത് ലാക്ടോമീറ്റർ റീഡിംഗ് 0 ആയിരിക്കും. ശുദ്ധമായ പാല്, സാധാരണ താപനിലയിൽ നല്ല പാലിൻ്റെ റീഡിംഗ് 28-നും 32-നും ഇടയിലായിരിക്കും. ശുദ്ധമായ പാലിൻ്റെ റീഡിംഗ് 28-നും 32-നും ഇടയിലായിരിക്കും. വെള്ളം ചേർത്ത പാല്, പാലിൽ വെള്ളം ചേർക്കുമ്പോൾ പാലിൻ്റെ സാന്ദ്രത കുറയുന്നതിനാൽ ലാക്ടോമീറ്റർ റീഡിംഗ് 28-ൽ താഴേക്ക് പോകുന്നു. കൊഴുപ്പ് നീക്കിയ പാല്, പാലിലെ കൊഴുപ്പ് നീക്കം ചെയ്യുമ്പോൾ പാലിൻ്റെ സാന്ദ്രത കൂടുകയും ലാക്ടോമീറ്റർ റീഡിംഗ് 32-ന് മുകളിലേക്ക് കാണിക്കുകയും ചെയ്യും. ഇനി ആപേക്ഷിക സാന്ദ്രത കണക്കാക്കുന്ന വിധം. ലാക്ടോമീറ്റർ റീഡിംഗ് ഉപയോഗിച്ച് പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത കാണുന്നതിനുള്ള സൂത്രവാക്യം, സ്പെസിഫിക് ഗ്രാവിറ്റി ഈക്വൽ ടു 1 + LR/1000. LR എന്ന് പറയുന്നത് ലാക്ടോമീറ്റർ റീഡിംഗ് ആണ്. കൃത്യമായ റീഡിംഗ് ലഭിക്കുന്നതിനായി പാൽ സാധാരണയായി 15 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലായിരിക്കുമ്പോൾ വേണം പരിശോധിക്കാൻ. ഇക്വേഷൻ നോക്കുക, സ്പെസിഫിക് ഗ്രാവിറ്റി ഈക്വൽ ടു 1 + LR/1000. അതുപോലെ ലാക്ടോമീറ്റർ റീഡിംഗ് തന്നിട്ട് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കാണാൻ പറയുകയാണെങ്കിൽ ആ എല്ലാറിൻ്റെ ഇതിൽ വാല്യൂ ആഡ് ചെയ്തെടുക്കുക, ആൻസർ കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ചോദ്യോത്തരങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ക്ലാസ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണുക എല്ലാവരും. തൽക്കാലം ഞാൻ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു.